നമസ്കാരം ഉദ്യോഗാർത്ഥികളെ, ഇന്ന് 18/7/2026 വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്ന് പ്രിലിംസ് ഒന്ന് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞല്ലേ. ഒരുപാട് രാത്രികളിലെ ഉറക്കങ്ങളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ഇന്നൊരു എക്സാമിന് പോയതാണ്. അപ്പോഴാണ് അറിയുന്നത് എന്താണ്, ഉച്ചയ്ക്ക് ശേഷമുള്ള 1:30 to 3:05 വരെയുള്ള എക്സാം സ്റ്റേജ് 2 10th പ്രിലിംസ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് അറിയിപ്പ് വരുന്നത്. കാരണം രാവിലെ ഒരു എക്സാം കഴിഞ്ഞു അല്ലേ, 10th പ്രിലിംസിന്റെ സ്റ്റേജ് 1 കഴിഞ്ഞു. സ്റ്റേജ് 1ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വന്നിട്ട് 66/2026. ഉച്ചയ്ക്ക് ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് 67/2026. ഈ 67/26 എന്ത് ചെയ്തു? സ്റ്റേജ് 1 ആലപ്പുഴ ജില്ലയിൽ കൊടുത്തു. കേൾക്കണ്ടോ? ആ സ്കൂളുകളിൽ എന്ത് ചെയ്തു? 67 ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. മനസ്സിലായോ? അപ്പൊ ലീക്കേജ് എന്ത് ചെയ്തു? ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയി. സെക്കൻഡ് സ്റ്റേജ് ഓൾറെഡി എന്ത് ചെയ്തു? ലീക്ക് ചെയ്തു. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് മുഴുവനായിട്ട് ക്യാൻസൽ ചെയ്തു. അതിനോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ സെക്കൻഡ് സ്റ്റേജ് ക്യാൻസൽ ചെയ്തു. ശരി, പിന്നീട് ഒരു എക്സാം നടത്താം. പക്ഷേ ഈ 66 കാറ്റഗറിയിൽ എഴുതേണ്ട കൂട്ടുകാരാണ് 67/26 എഴുതിയത്. ആ കുട്ടികൾക്ക് വീണ്ടും എന്താണ്, ഇനി എക്സാം വേറെ എഴുതണം. സ്റ്റേജ് 1 അതാണ് അവരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. ആ സ്റ്റേജ് 1 എഴുതിയ എക്സാം ഇല്ലേ, 67 എഴുതിയവരാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ വലിയൊരു മിസ്റ്റേക്ക്. ഇത് അധ്യാപകരുടെ ഇടയിൽ വന്ന മിസ്റ്റേക്ക് ആണോ അതോ PSC ഓഫീസേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നമ്മൾ അറിയാം, നമ്മൾക്ക് അവിടെ എക്സാമിന് നിൽക്കുന്ന സമയത്തായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ട് അല്ലേ, അങ്ങനെയൊക്കെയല്ലേ കണ്ടിട്ടുള്ളത്. ഇതിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള എക്സാമിന് രാവിലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ട് കൊടുത്തിട്ട് പോയിട്ടുണ്ടാകുമോ എന്നൊന്നും നമുക്ക് വ്യക്തമല്ല. എങ്കിലും PSCയുടെ അറിയിപ്പ് വന്നിട്ടുണ്ട്. എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്തു? എക്സാം ക്യാൻസൽ ചെയ്തു എന്ന്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം പോലും മാറ്റി നിൽക്കണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് ചെയ്യുക? വേഗം പഠിക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇതിന്റെ ടെൻഷനിലൊന്നും ഇരിക്കരുത് കേട്ടോ. അടുത്ത എക്സാമിന് അടുത്ത സ്റ്റേജിന് എന്ത് ചെയ്യുക? നിങ്ങൾ തയ്യാറായിട്ട് നിൽക്കുക. ഓക്കെ, താങ്ക് യു.